വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റസിൽ ഓഫ് വിങ്സ് 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ്. ഈ പാഠഭാഗത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 10 ആക്ടിവിറ്റികളാണ് ഒന്നാമത്തെ പാഠമായ മാജിക് ബാറ്റിൽ നൽകിയിരിക്കുന്നത്. തുടർന്ന് പ്രേയിങ് ഹാൻഡ്സ് മറ്റൊരു കവിത. അതിനകത്ത് 2-3 ആക്ടിവിറ്റികൾ മാത്രമാണുള്ളത്. അതിൻ്റെ ഉത്തരങ്ങൾ കൂടി വളരെ വിശദമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ, ചിത്രരചനയിലൂടെ ഒക്കെ ഉള്ള കഴിവുകൾ, കളറിങ്ങിലുള്ള കഴിവുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 10-12ഓളം A4 ഷീറ്റ് ഉപയോഗിച്ചാണ് ക്ലാസ്സിൽ ഈ നോട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. പാഠഭാഗം ഉൾപ്പെടെ ഈ നോട്ടുകൾ തയ്യാറാക്കിയപ്പോൾ ഇത്ര ആക്ടിവിറ്റീസാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജ് എലിമെൻറ്റ്സ് as, not as, collocation, alliteration, rhyming words, rhyme scheme. ഇത്രയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പോയറ്റിക്കൽ എലിമെൻറ്റ്സും ലാംഗ്വേജ് എലിമെൻറ്റ്സും പഠിക്കാനുള്ളത്. കൂടാതെ ഫെലിസിറ്റേഷൻ സ്പീച്ച്, കമൻട്രി എഴുതാനായിട്ട്, ന്യൂസ് റിപ്പോർട്ട് എഴുതാനായിട്ട്, കൂടാതെ ക്രിസ്പ് കൊമൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമുണ്ട്. മാത്രമല്ല ഇതൊരു സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന സ്പോർട്സ് താരങ്ങളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അതിനാവശ്യമായ ക്വസ്റ്റ്യൻസ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏകദേശം അതിന് നല്ല വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ പാഠഭാഗം വായിക്കുകയും പ്രധാന വാക്കുകൾ മൈ ഗാലറി എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ ലേഔട്ടുകളോടെ എഴുതുന്നതിനൊക്കെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ആത്മവിശ്വാസമാണ് കളി വിജയിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം, അല്ലാതെ ഒരു ബാറ്റല്ല, ഒരു ഭാഗ്യമല്ല എന്നുള്ളതാണ് ഈ കഥയിലെ പ്രധാന ആശയം. അതുകൂടാതെ പ്രേയിങ് ഹാൻഡ്സ് എന്ന രചനയിലൂടെ പറയുന്നത് ഒരാൾക്കും ഒരു വിജയം സ്വന്തമായി നേടിയെടുക്കാൻ പറ്റുന്നുള്ളതല്ല, മറ്റുള്ളവരുടെ കൂടി സഹായവും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വിജയങ്ങൾ വളരെ ആസ്വാദ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിജയവും സ്വായത്തമാക്കാൻ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസാണ് വേണ്ടത്. പെർസിവറൻസ്, സ്ഥിരമായ ഉത്സാഹം, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കുക എന്നുള്ളത് ഈ ഇംഗ്ലീഷിൻ്റെ പഠനത്തിലൂടെയും ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ വിശദമായ നോട്ടുകൾ തയ്യാറാക്കി എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ നോട്ട് ഒരു 10 A4 ഷീറ്റ് എടുത്ത് തയ്യാറാക്കുമ്പോൾ വളരെ ആഴത്തിൽ ഒരു ബോധ്യം പാഠഭാഗത്തെ പ്രവർത്തനങ്ങളോടും അതിലെ പദങ്ങളോടും അതിലെ യൂസേജിനോടും അതിലെ എല്ലാ ഡിസ്കോഴ്സോടും കുട്ടികൾക്ക് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്വയം പഠിക്കുവാനുള്ള മാർഗമാണ് കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത്. കലോത്സവത്തിൻ്റെയും മറ്റും തിരക്കുകളുടെ ഇടയിൽപ്പെട്ട് പാഠഭാഗം തീർന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു 10 A4 ഷീറ്റ് എടുത്ത് ഇത് വളരെ വിശദമായ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ല വീഡിയോ കണ്ടോ എഴുതിയെടുത്ത് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ പാഠപുസ്തകത്തിലെ അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും വളരെ വിശദമായ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ 3 പാഠങ്ങൾ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 പാഠങ്ങളിലെയും എല്ലാ ആക്ടിവിറ്റികളും നൽകിയിട്ടുണ്ട്. ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെക്കൻഡ് ടൈമിന് വരുന്ന ചോദ്യങ്ങൾ വായിച്ച് എന്താണ് ഉത്തരം എന്ന് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. കൂടാതെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും 2 യൂണിറ്റ് മാത്രമാണ് സെക്കൻഡ് ടൈമിലുള്ളത്. അതിൽ 1 യൂണിറ്റിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും മുഴുവൻ ആക്ടിവിറ്റീസും ഈ കൊച്ചു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡെഫിനിഷൻസും ഒരുപാട് ഉദാഹരണങ്ങളും നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇതിനു മുൻപ് തയ്യാറാക്കിയിട്ടിരിക്കുന്ന വീഡിയോയിൽ ഇതിലും കൂടുതൽ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതി തയ്യാറാക്കി നിങ്ങളുടേതാക്കി മാറ്റുക. ഏതൊരു അറിവും പേഴ്സണൽ തിയറി ആകുമ്പോൾ, നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുക. ഇതിനകത്ത് മറ്റൊരു ആക്ടിവിറ്റിയാണ് സജഷൻസും എക്സ്പ്രഷൻസൊക്കെ നൽകുന്നതിനുള്ള
സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. ലെറ്റ്, കീപ്പ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, കീപ്പ് യുവർ പ്രോമിസ്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ക്യാരക്ടർ സ്കെച്ച്. മിസ്റ്റർ കുമാർ, രഞ്ജി എന്ന ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടിയും ഇവരുടെ എല്ലാ സ്വഭാവ സവിശേഷതകൾ പോയിൻറ്റ്സ് പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ പാഠഭാഗത്തു നിന്നും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല, വിജയിച്ച കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് കത്ത് എഴുതുക, കൂടാതെ ക്രിസ്പ് കൊമൻറ്റ്സ് എഴുതുക, വാവ്, ഓസം, യു ഡിഡ് ഇറ്റ് വെൽ തുടങ്ങിയ. പിന്നെ അതുപോലെ തന്നെ സംഭാഷണം, അത് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്. അതുകൂടാതെ റണ്ണിങ് കമൻട്രി പറയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സാധിക്കണം. ചെറിയ വാക്കുകളിലാണെങ്കിലും അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് യുണീക്ക് ക്വാളിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. കളിക്കാരുടെ ആകാം, നമ്മുടെ സുഹൃത്തുക്കളുടെ ആവാം യുണീക്ക് ക്വാളിറ്റീസ്. സ്പോർട്സ് താരങ്ങളുമായിട്ടുള്ള അഭിമുഖത്തിനാവശ്യമായ ഒരു 10ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൂടി നന്നായിട്ട് ആവർത്തിച്ച് പഠിച്ച് ഹൃദ്യസ്ഥമാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളരെ കാര്യക്ഷമമായ ഒരു വായനയും എഴുത്തും നോട്ട് തയ്യാറാക്കലും ആണ് വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഇവിടെ മാജിക് ബാറ്റ് എന്ന ചിത്രം നൽകിയിരിക്കുകയാണ്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതിൽ കൂടി ഒരു കഴിവ് നമുക്ക് സ്വായത്തമാക്കേണ്ടതുണ്ട്. ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി നമ്മൾ അഭ്യസിക്കുന്നതാണ്. എങ്കിൽ പോലും വ്യത്യസ്ത രീതിയിൽ സെൻറ്റൻസസ് ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് വളരെ ഒരു ഉയർന്ന തലത്തിൽ എഴുതാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനോഹരമായ ലേഔട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടെത്തിയ വാക്കുകൾ, അതിൻ്റെ അർത്ഥം തുടങ്ങിയൊക്കെ എഴുതാനും പെട്ടെന്ന് ഓർത്തിരിക്കാനും അതുപോലെ നമ്മുടെ കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനും, കളറിങ്, പെയിൻറ്റിങ്, ഡ്രോയിങ് ഇത്തരം കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനും അങ്ങനെ പഠനം രസകരമാകാനും കൂടി ഉപകരിക്കുന്ന രീതിയിലാണ് ഈ നോട്ടിൻ്റെ തയ്യാറാക്കൽ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ A4 ഷീറ്റുകൾ എടുക്കുക, കളറും എല്ലാം എടുത്ത് തയ്യാറായി ഈ വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് തന്നെ ആവശ്യമായ ലേഔട്ടുകൾ വരച്ച് നിങ്ങളുടെ നോട്ട് വളരെ ഭംഗിയായി പൂർത്തിയാക്കുകയും പഠിക്കുകയും ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്ത് സെക്കൻഡ് ടൈമിന് ഉയർന്ന സ്കോർ A ഗ്രേഡ്, A+ ഗ്രേഡ് വാങ്ങിക്കാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.